ഹലോ, നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവിൽ ഒരു വെർച്വൽ റിയാലിറ്റി എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണേ. അവിടെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നേ. ഡിഫറെൻറ്റ് ബേർഡ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഒക്കെ മൂവിങ് എക്സ്പോ ആയിരുന്നു കേട്ടോ. ആരോ പറയും അതിൻ്റെ ഡീറ്റെയിൽസ്. അതൊരു വലിയ പഴമുണ്ട്, ശരിക്കും റിയലാണേ തോന്നുള്ളൂ. ഞങ്ങൾ പൂന്നായ അവിടെ പഴത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത്, പിന്നെ അവിടെ ദിനോസർ ഉണ്ട്, കുറേ ബേർഡ്സും അതുപോലെ ഡൈനോസേഴ്സും ഒക്കെ നമുക്ക് കണ്ടാൽ ആ ഒറിജിനാലിറ്റി പോലെ തന്നെ മൂവിങ് ആയതുകൊണ്ട് നല്ല രസമുണ്ട്. വവ്വാലൊക്കെ തലകീഴായിട്ട് കിടക്കുന്ന കാണാൻ അടിപൊളിയാണ് കേട്ടോ. അവിടെ ഒരു കൂട്ടം കാട്ടി തരാവേ, നോക്കണേ. അവിടെ മുത്തേന്ന് വിരിഞ്ഞൊരു ദിനോസർ കുഞ്ഞ് പോലെ കൊള്ളാലേ. തൊട്ടടുത്ത് തന്നെ വലിയ ദിനോസർ ഉണ്ട്, അതിൻ്റെ അമ്മയാണേ തോന്നുള്ളൂ. പിന്നെ അവിടെ മൂങ്ങയുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ബേർഡ്സിനെയും പിന്നെ പെൻഗിൻസിനെയും ഒക്കെ കണ്ടിട്ട് നമ്മൾ അടുത്തൊരു ഏരിയയിലോട്ട് പോവാണേ. ഇവിടെ നമ്മൾ റോബോട്ടിക് സാങ്കേതിക വിദ്യയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ റോബോട്ടിൻ്റെ ചാർജ് തീർന്നിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഇവനിപ്പോൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഇവന് എഴുന്നേറ്റ് വരുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. ഫുള്ളി സ്റ്റൈലായിട്ട് എഴുന്നേറ്റ് വരാൻ കേട്ടോ. ചുറ്റും എല്ലാവരും കൂടിയിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ, ആളെല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ റെഡിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ആർജുവാരമൊക്കെ പോയി റോബോട്ടിൻ്റെ അടുത്ത് നിന്ന് ഷെയ്ക്ക് ഹാൻഡ് വാങ്ങുന്ന കണ്ടിട്ട് ഞാനും പോയി കേട്ടോ. ഷെയ്ക്ക് ഹാൻഡ് തരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കിട്ടിയപ്പോൾ എന്നൊക്കെ സന്തോഷം. എൻ്റെ അടുത്ത് നിന്ന കൊച്ചു പയ്യനാണെന്ന് എനിക്ക് തോന്നി. അവനൊത്തിരി സന്തോഷം എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തരുന്നത് കണ്ടപ്പോൾ. പിന്നെ നമ്മൾ അവിടുന്ന് വേറൊരു റോബോട്ടിനെ പരിചയപ്പെടാൻ പോയി. ആരോ പറയൂ കേട്ടോ. ഇതൊരു ഡോഗ് മോഡൽ ഈ റോബോട്ടാണ്. നമ്മളാണെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ കാത്തി അത് ഓടി വരും. അപ്പോൾ നമ്മൾ ജമ്പിനൊക്കെ പറഞ്ഞത് ചാടുവേ. നമ്മളിങ്ങനെ കൈ കാത്തിയൊക്കെ ഉണ്ടോ ഓടി വരും. ഞാൻ ഇങ്ങനെ കൈ കാത്തിയ സൈഡിൽ മതി, നല്ല രസമാവുന്നു. കുറേ കുട്ടികളും ഈ ഒരു ഡോഗ് റോബോട്ടും കൂടി കളിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾ എൻജോയ് ചെയ്യണം കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നുമല്ലോ. എന്തുമാത്രം ആളുകളാണ് വന്നിട്ടുള്ളതെന്നറിയാം എക്സിബിഷൻ കാണാൻ. ഇനിയാണ് നമ്മുടെ വെർച്വൽ റിയാലിറ്റി ഏരിയയിലേക്ക് പോകുന്നത്. ഡോം തിയേറ്റർ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് നമുക്ക് ആർജോ പറഞ്ഞു തരുവേ. ഇത് 360 ഡിഗ്രി വെർച്വൽ റിയാലിറ്റി എക്സ്പോയാണ്. കഥയിലെ ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ മുന്നിൽ ശരിക്കും വന്ന പോലെ തോന്നും. നമ്മൾ അവരുടെ കൂടെ കുറേ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തു. മരുഭൂമി കൂടെയും വെള്ളത്തിൽ കൂടെയും റെയിൽവേ ബ്രിഡ്ജിലൂടെയും ഒക്കെ ഞങ്ങൾ പോയി കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. ഇതിനെല്ലാം കൂടെ വരുന്നത് 100 രൂപയുടെ ടിക്കറ്റാണ്. ആസ് യൂഷ്വൽ അവിടെ കുറേ സ്റ്റോൾസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് സ്റ്റോൾസും ഒക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്കാണ് അവിടെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബൈ.